ഹാലൻഡ് എന്ന ചുഴലിക്കാറ്റിൽ ബ്രസീൽ എന്ന വൻമരം കടപുഴുകി വീണു. ബ്രസീൽ ഫാൻസുകാരുടെ മനസ്സ് തകർത്തുകൊണ്ടാണ് ഹാലൻഡ് 2 ഗോളുകൾ നേടിയത്. ബ്രസീൽ ഫാൻസിന് ഒരു ആശ്വാസമായിട്ട് അവസാനത്തെ നിമിഷം നമ്മുടെ സുൽത്താൻ നെയ്മർ ഒരു പെനാൽറ്റി സ്കോർ ചെയ്തു. അതൊരു ആശ്വാസം മാത്രം. പക്ഷേ വേൾഡ് കപ്പിൽ നിന്നും ബ്രസീൽ പുറത്തായിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെ വന്ന ടീമാണ് ബ്രസീലിലെ സൂപ്പർ സ്റ്റാർസ്, അവരുടെ പ്ലേ എല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ് നോർവേ ആയിട്ടുള്ള കളിയിൽ. 14ാമത്തെ മിനിറ്റിൽ ബ്രസീലിന് ഒരു പെനാൽറ്റി കിട്ടിയതായിരുന്നു. പക്ഷേ ക്യുമാരസിന്റെ ആ ഒരു ഷോട്ട് നോർവേൻ ഗോൾ കീപ്പർ തടഞ്ഞു നിർത്തി. ബ്രസീലിന് ഒരുപാട് ചാൻസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നോർവേയുടെ ഗോളി, ആ ഒരു മനുഷ്യൻ ഗോൾ പോസ്റ്റിൽ ഒരു മതിലായിട്ടാണ് നിന്നത്. പുള്ളിനെ മറികടന്ന് ഗോളടിക്കാൻ വളരെ പ്രയാസം തന്നെയായിരുന്നു. അതുപോലെ തന്നെ നോർവേയും നന്നായിട്ട് തന്നെ കളിച്ചിരുന്നു. അവരും ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 79ാമത്തെ മിനിറ്റിലാണ് ഹാലൻഡ് ഒരു ഹെഡറിലൂടെ 1ാമത്തെ ഗോൾ നേടുന്നത്. അതോടെ ബ്രസീൽ ഒന്ന് പരിങ്ങലായി. കാരണം 10 മിനിറ്റ് ശേഷിക്കുന്നുള്ളൂ. പിന്നീടും വാശിയേറിയ മത്സരം തന്നെയാണ് അവർ കാഴ്ചവെച്ചത്. പക്ഷേ 90ാമത്തെ മിനിറ്റിൽ ഹാലൻഡിന്റെ ഒരു കിടിലൻ ഗോള്, റൈറ്റ് ബോട്ടം കോർണറിലേക്ക് ഒരു ബുള്ളറ്റ് ഷോട്ട്. അതോടെ ബ്രസീലിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും ഹാലൻഡ് അടിച്ചു. സ്റ്റോപ്പേജ് ടൈമിൽ ബ്രസീലിന് ഒരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നെയ്മർ ആണ് സ്കോർ ചെയ്തത്. പുള്ളിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ആ ഗോളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ബ്രസീലിന് വിജയിക്കാൻ പറ്റിയില്ല. 2-1 എന്ന നിലയിൽ നോർവേ വിജയിക്കുകയായിരുന്നു. ഹാലൻഡ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ തേരോട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 ഗോളുകളാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ അടിച്ചിരിക്കുന്നത്. 7 ഗോൾ അടിച്ചിരിക്കുന്ന എംബാപ്പെ, മെസ്സി, ഹാലൻഡ്, ഇവര് 3 പേരാണ് ഇപ്പോൾ ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.